ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ആദർശിൻ്റെയും നയനയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നയനത പൂജയും കാര്യങ്ങളും ഒക്കെ പൂജയൊക്കെ ചെയ്ത് തിരിച്ച് ഇറങ്ങി വരുന്ന നമ്മുടെ നയനയുടെ അടുത്ത് ദേവയാനി സംസാരിക്കാൻ ചെല്ലുക. അതെ, ഇവിടെ പൂജയും വഴിപാടും ഒക്കെ നടത്തി ആൾക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കാമെന്നുള്ളത് നിന്റെ വെറും ഒരു തന്ത്രം മാത്രമാടി. നീ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, ആദർശ് ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവളെ സ്നേഹിച്ച് വശത്താക്കുക. എടി, നീ ഈ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ മുഴുവനും തകർത്തെടുക്കാനായിട്ട് വെറും 41 ദിവസം മാത്രം മതി എനിക്ക്. 41 ദിവസത്തെ വ്രതത്തിന് ശേഷം എൻ്റെ മകൻ ഇങ്ങ് വരുമല്ലോ. അവൻ വന്നു കഴിയുമ്പം നിങ്ങൾ രണ്ടും രണ്ട് തട്ടിലായിരിക്കും. അതിനു വേണ്ടി ഈ ദേവയാനി എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും അതൊക്കെ ചെയ്തിരിക്കും എന്നുകൂടി പുള്ളിക്കാരി അവിടെ വെച്ച് വെല്ലുവിളിക്കുക. അപ്പം രേവതിയും അനാമികയും ആണെങ്കിലോ, ഇവള് നല്ല പഠിച്ച കള്ളിയ വല്യമ്മേ. ഇവളുണ്ടല്ലോ ചില്ലറക്കാരിയൊന്നും അല്ല. ഇവൾക്കറിയാം ആരെയൊക്കെ കയ്യിലെടുത്താൽ ഈ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന്. അതുകൊണ്ടല്ലേ മുത്തശ്ശനെയും മുത്തശ്ശിയും ഒക്കെ മണിയടിച്ച് ഇവളിവിടെ നിൽക്കുന്നത്. ശരിയാ മോളെ. അങ്ങനെ നയനയോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നയന പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനേ താല്പര്യമില്ല. ഞാൻ പോട്ടെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. അമ്മയ്ക്കിപ്പോൾ വയ്യാത്തതല്ലേ, അമ്മ എവിടെയെങ്കിലും പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. നയന് നേരെ കിച്ചണിലേക്ക് പോവുക. അപ്പം ഈ അവസരം മുതലാക്കിക്കൊണ്ട് നമ്മുടെ അനാമികയും അമ്മയും കൂടി ദേവയാനിയെ എരികേറ്റി കൊടുക്കുക. ദേവയാനിയാണെങ്കിലോ, അനാമിക മോളെ, നീ ഒരു കാര്യം ചെയ്യണം. ഇവിടത്തെ മുത്തശ്ശനെയും മുത്തശ്ശിയും കയ്യിലെടുക്കണം. അറിയാലോ, ഇവിടെ ഏറ്റവും അധികം കഴിവും അതുപോലെ തന്നെ എല്ലാവരെയും നിലക്ക് നിർത്തുന്നതും മുത്തശ്ശനും മുത്തശ്ശിയാണ്. പിന്നെ അവർ കഴിഞ്ഞാൽ ജയേട്ടന് പോലും ഇല്ലാത്ത സ്ഥാനമാണ് ഈ ദേവയാനിക്കുള്ളത്. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനപ്പുറം ഈ അനന്തപുരി തറവാട്ടിലുള്ള ആൾക്കാർ ചിന്തിക്കേയില്ല. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, അച്ഛനെയും അമ്മയെയും പെട്ടെന്ന് തന്നെ കയ്യിലാക്കണമെന്ന് പറയുക. അങ്ങനെ ദേവയാനി അവിടുന്ന് പോയി. പിന്നീട് അമ്മയും മോളും കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ രേവതി പറഞ്ഞു, മോളെ, ആ ദേവയാനി പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് ആ തന്തേനെയും തള്ളേനെയും കയ്യിലാക്കണം. ഇല്ലെങ്കിലുണ്ടല്ലോ ആ നയനെ ഇവിടെ കിടന്ന് പൂന്ത് വിളയാടും. പിന്നെ ആ നവ്യയെ കൊണ്ടുള്ള ശല്യം ഇന്നത്തെ കൊണ്ട് അവസാനിക്കും മോളെ. അവള് ആ പാല് കുടിച്ചിട്ടുണ്ടല്ലോ, ഇന്ന് രാത്രിക്കുള്ളിൽ അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടും. അവളുടെ കുഞ്ഞ് നഷ്ടപ്പെടണം അമ്മേ. അവളുടെ കുഞ്ഞ് പോയതിന് ശേഷം നയനയെ കൂടി ഇങ്ങനെ കരയിക്കണം. ചേച്ചി വലിയ സന്തോഷത്തിലാണ്. അപ്പം അനിയത്തി ഇപ്പം ഈ ചേച്ചിയുടെ അവസ്ഥ കണ്ടു കഴിയുമ്പം അനിയത്തിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം. അങ്ങനെയൊക്കെ ഇവർ സംസാരിക്കുക. അപ്പം ഈ സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ ജലജ വന്നു. ജലജ വന്ന പാടെ തന്നെ, അല്ല, എന്ത് കാര്യം നിങ്ങൾ പറയുന്നത്? എന്ത് പറയാനാ, ഞങ്ങൾ ഈ വീട്ടിലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ സംസാരിക്കുമായിരുന്നു. അത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. അറിഞ്ഞോ, എൻ്റെ മോനുണ്ടല്ലോ, ഇന്നലെ വരെ ഞാൻ പറയുന്ന വാക്കുകളും കേട്ട് നിന്നിരുന്നവനാ ആ അഭി. അവൻ ഇന്നുണ്ടല്ലോ അവളെയും കൂട്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് വിരുന്ന് പോയിരിക്കുക. ഇതെന്തൊക്കെയാ ചേച്ചി കേൾക്കുന്നത്? അപ്പം രേവതി ഒന്നും അറിഞ്ഞില്ലല്ലേ? അവൻ ഇന്ന് വൈകുന്നേരം ഇനി മിക്കവാറും അവിടെ താമസിക്കുമെന്ന് പോലും എനിക്ക് സംശയമാണ്. ഇപ്പം ഞാൻ പറയുന്നതൊന്നും എൻ്റെ മോൻ കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ചേച്ചി അനുജത്തി പഠിച്ച കള്ളികളാണ്. ആദർശേട്ടൻ നയനിയുമായിട്ട് ആ വീട്ടിലേക്ക് പോയതല്ലേ. അപ്പോൾ പിന്നീട് ഇവരും അങ്ങോട്ട് പോയി. ഇനിയിപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സീൻ കഴിയുമ്പോഴാണെങ്കിലോ നമ്മുടെ അനാമികയും അമ്മയും കൂടി മുത്തശ്ശിയുടെയും റൂമിലെത്തുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ്റെ കൈയൊക്കെ പിടിച്ച് അനാമിക നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൾ പറഞ്ഞു, മുത്തശ്ശ, എനിക്ക് മുത്തശ്ശനെ എത്ര ഇഷ്ടമാണെന്നോ. ഈ വീട്ടിലേക്ക് വരാൻ തന്നെ ഉദ്ദേശിച്ചത് മുത്തശ്ശനും മുത്തശ്ശിയും ഇതുപോലെയുള്ളൊരു തറവാടും ആണല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഇത്രയും നല്ല തറവാട്ടിൽ എങ്ങനെയാ മുത്തശ്ശ ചില കീടങ്ങൾ കയറി കൂടിയത്? കീടങ്ങളോ? മോൾ ആരെക്കുറിച്ച് ഈ പറയുന്നത്? അതെ, അനാമിക പറഞ്ഞു വരുന്നത് നയനയും നവ്യയും കുറിച്ചിട്ടാണ്. അവരെ കുറിച്ചിട്ടോ? ഈ വീട്ടിൽ ഏറ്റവും നല്ല കുട്ടികളാണ് നയനയും നവ്യയും ഒക്കെ. എന്തായാലും അവരെക്കുറിച്ച് മോശമായിട്ടൊന്നും പറയരുത്. അതല്ല, ഈ കഴിഞ്ഞ ദിവസം ഞാനും എൻ്റെ വേണുവേട്ടനും എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയൂ. ജലജയ്ക്കും കിട്ടി പണി. പായസത്തിൽ ആരോ എന്തോ കലക്കി കൊടുത്തു. അപ്പം ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതിന് ആ പായസം ഞങ്ങളും കുടിച്ചതാണല്ലോ, ഇദ്ദേഹവും കുടിച്ചതാണ്, ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്താ പ്രശ്നം? അറിയില്ല, ഞങ്ങളെ മനഃപൂർവ്വം പ്രശ്നത്തിൽ പെടുത്തിയതാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മോളുടെ അച്ഛൻ ഇന്നലെയും വിളിച്ചിരുന്നു. മോൾ ഈ വീട്ടിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് രേവതി പറഞ്ഞു വരുന്നത്. മൂർത്തി മുത്തശ്ശൻ്റെ ഈ ചോദ്യത്തിന് മുന്നിൽ രേവതി മിണ്ടാണ്ട് നിൽക്കുകയാണ്.
എന്താ വേണ്ടത്? വേണ്ടത് എന്താന്ന് വെച്ചാൽ പറഞ്ഞോ. അത് ഇനിയിപ്പം ഇതുപോലെ ഒത്തു താമസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരൊക്കെ സെപ്പറേറ്റ് ആവുന്നതല്ലേ നല്ലത്. അടിച്ചു പിരിയുന്നതിലും നല്ലത് സ്നേഹത്തിലിരിക്കുമ്പോൾ പിരിഞ്ഞു പോകുന്നതല്ലേ. അപ്പം ഈ അനന്തപുരി തറവാട് കീറി മുറിക്കണമെന്നാണോ രേവതിയുടെ അഭിപ്രായം? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് സാറേ. ഞാൻ ഉദ്ദേശിച്ചത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ മാറി ചിന്തിക്കുന്നതാണ് നല്ലതെന്നാണ്. മനസ്സിലായി. എന്തായാലും ആദർശ മോനായിരിക്കും നമ്മുടെ മൂർത്തി ജ്വല്ലറിയുടെ എല്ലാ ചുമതലയും കൈകാര്യം ചെയ്യുക. അവന് വയസ്സായിട്ട് അവന് നോക്കാൻ പറ്റാത്ത സാഹചര്യം വരുമ്പം അവന് ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ. അതുവരെ എല്ലാവരും ആദർശ് തരുന്ന കാര്യങ്ങളും കേട്ട് ആദർശ് പറയുന്ന കാര്യങ്ങളും അനുസരിച്ച് നിന്നേച്ചാൽ മതിയെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ തള്ളയ്ക്ക് മോൾക്കും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. രണ്ടുപേരും കൂടി ആയിക്കോട്ടെ മുത്തശ്ശാന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുക. അതിന് ശേഷമാണെങ്കിലോ നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, അതെ ഈ കൊച്ചു പറയുന്നത് പോലെയൊന്നും അല്ല നയനയും നവ്യയും ഒക്കെ. നയനയ്ക്കും ഇപ്പം നല്ല രീതിയിൽ തന്നെ ആദർശ് സ്നേഹിക്കുന്നൊക്കെയുണ്ട്. പിന്നെ നവ്യയാണെങ്കിലോ നവ്യയുടെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഈ കുടുംബത്തിന് യോജിച്ച മരുമകൾ തന്നെയാണ് നയന. നയനെ പോലെ ഒരു കുട്ടി ഈ വീട്ടിൽ വന്ന് കയറിയത് നമ്മുടെയൊക്കെ ഭാഗ്യമാടും. പിന്നെ അറിയാലോ തനിക്ക്, ഇത് രാജാക്കന്മാരെ സമ്മാനിച്ച മണ്ണാണ്. അതുകൊണ്ട് ഇത് അനന്തപുരി എന്നുള്ള പേര് തന്നെ ഇട്ടത്. ഇനി ഈ മണ്ണ് കീറി മുറിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ പറയുന്ന പോലെ അല്ലല്ലോ. നമ്മുടെ കൊച്ചുമക്കൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാനൊന്നും പറ്റത്തില്ല. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് പോലെ തന്നെ വരട്ടെ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പം നമ്മുടെ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അനാമികയാണെങ്കിൽ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുക. ഇനിയിപ്പോൾ നമുക്കൊന്നും കിട്ടില്ലല്ലേ അമ്മ? കിട്ടാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശനെല്ലാം അടപടലെ ആദ്യത്തെ കൊച്ചുമോന് സമ്മാനിച്ചിരിക്കുകയല്ലേ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രമേ മുത്തശ്ശൻ്റെ തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുകയുള്ളൂ. ആദർശനാണെങ്കിലോ നയനയ്ക്കാണെങ്കിലോ മുത്തശ്ശനെയും മുത്തശ്ശിയും വശത്താക്കാനുള്ള തന്ത്രവും അറിയാം. ഈ അനിയെന്ന് പറയുന്നത് മഹാ ഒരു പൊട്ടനാണെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചു. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് അഭിയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും കൂടി നവ്യയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അവിടെ ചെന്ന പാടെ തന്നെ നമ്മുടെ നന്ദുവും അതുപോലെ ഗോവിന്ദനും ഒക്കെ ഇവരെ കാണുമ്പോൾ ദൈവമേ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വരികയാണോ? സാധാരണ നവ്യമോൾ ഇങ്ങോട്ട് വരാത്തതാണല്ലോ. ഇല്ല അച്ഛ, കുഴപ്പമൊന്നുമില്ല. അവരുടെ മുഖത്തെ ചിരി കണ്ടില്ലേ, അപ്പൊ പ്രശ്നമൊന്നുമില്ല. എന്തായാലും രണ്ടുപേരും നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു എന്നും പറഞ്ഞ് ഇവരെ സ്വീകരിച്ചിരുത്തി. അതിനുശേഷം മക്കളെ എന്നാ ഉണ്ട് വിശേഷം? നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ട് വരാത്തതാണല്ലോ, അവിടെ എന്തെങ്കിലും വിഷയമുണ്ടോ എന്ന് കനക ചോദിക്കുക. എൻ്റെ അമ്മേ അവിടെ ഒരു വിഷയവും ഇല്ല. പിന്നെ ഇന്ന് രാവിലെ ആയ സമയത്ത് എൻ്റെ ഭർത്താവിന് എന്നോട് വല്ലാത്തൊരു സ്നേഹം. അപ്പം ഇന്ന് എൻ്റെ വീട്ടിൽ വരാമെന്നും ഇവിടെ ഇരുന്ന് നിങ്ങളെല്ലാവരോടും ഒത്ത് ഭക്ഷണം കഴിക്കാമെന്നും ഒക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. എന്തായാലും മാറി ചിന്തിച്ചല്ലോ. ഒരുപാട് സന്തോഷമുണ്ടെന്നും പറഞ്ഞ് നമ്മുടെ കനക ഭക്ഷണം ഉണ്ടാക്കാൻ പോവുക. അപ്പം നവ്യയും അതുപോലെ നന്ദുവും സഹായത്തിനും ചെന്നു. അങ്ങനെ ഗോവിന്ദനുമായിട്ട് സംസാരിച്ചിരിക്കുക അഭി. അപ്പം ഗോവിന്ദനാണെങ്കിലോ മോനെ ഇതുപോലെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരണം കേട്ടോ. പിന്നെ മലക്ക് പോകുന്ന ആ ഒരു സമയത്ത് ആദർശിന് മലക്ക് പോവേണ്ടി വന്നല്ലോ. അതിൽ ഞങ്ങൾക്കൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ സങ്കടമൊക്കെ ഇപ്പം അങ്ങ് തീർന്നു. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചല്ലോ. അതേ അച്ഛാ, കല്യാണത്തിന് ശേഷം ഞങ്ങൾ തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നല്ലോ. ഇനിയിപ്പം എന്തായാലും നവ്യയുടെ വയറ്റിൽ ഒരു കുഞ്ഞുള്ളത് കൊണ്ട് ആ രീതിയിലൊന്നും മുന്നോട്ട് പോയാൽ പറ്റില്ല. എൻ്റെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യം ഞാൻ തന്നെയല്ലേ നോക്കേണ്ടതെന്നും പറഞ്ഞ് ഇവൻ വലിയ തത്വമൊക്കെ അടിക്കുക. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ അബിയുടെ മനസ്സ് നമുക്കറിയാമല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ റെഡിയായി. അതിനുശേഷം എല്ലാവരും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ സമയത്താണെങ്കിലും നമ്മുടെ കനക പറഞ്ഞു, മോനെ മലയ്ക്ക് പോകാനായിട്ട് മാലയിട്ടിരിക്കുകയല്ലേ, അപ്പം അതുകൊണ്ട് ഞങ്ങളൊരു വെജിറ്റേറിയൻ സദ്യ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മലക്ക് പോയി വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരണം കേട്ടോ. ഞങ്ങൾ എത്തിക്കോളാം അമ്മയെന്നൊക്കെ പറഞ്ഞ് അവിടെ അവരിരുന്ന് ഭക്ഷണമൊക്കെ വളരെയധികം ആസ്വദിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ നയന് ആദർശനുള്ള ഫുഡുമായിട്ട് അവൻ്റെ ഓഫീസിലേക്ക് ചെല്ലുകയാണ്. ഇന്ന് നേരത്തെ ആണല്ലോ എത്തിയിരിക്കുന്നത്. അതേന്നേ, ഞാൻ നേരത്തെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഒരുപാട് സന്തോഷമായി. അത്രയ്ക്ക് സന്തോഷമുണ്ട് ഇന്നത്തെ ദിവസം. അതെ, നവ്യ ചേച്ചിയും അതുപോലെ അഭിയും കൂടി നമ്മുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണെന്നൊക്കെ നയന ആദർശിനോട് പറയുക. അവൻ മാറി ചിന്തിച്ചോ? ആണെന്നാ തോന്നുന്നത്. താൻ ഇന്ന് എന്താ കറി കൊണ്ടുവന്നിരിക്കുന്നത്? നോക്കെന്നും പറഞ്ഞ് ആദർശിനെ അവിടെ ഇരുത്തി നമ്മുടെ നയന വിളമ്പി കൊടുക്കുകയാണ്. അല്ലടോ, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? താൻ അമ്മയെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ.
ആദർശേട്ടാ, ആദർശേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്ക് ഞാൻ ABC ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ട് അമ്മ അത് കഴിക്കുകയൊന്നും ചെയ്തില്ല. അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാന്നേ. എനിക്കറിയാടോ, ഞാൻ വ്രതം എടുക്കുന്നതും മലയ്ക്ക് പോകാൻ മാല ഇട്ടതും ഒക്കെ ദേ താനും തൻ്റെ അമ്മായിയമ്മയും തമ്മിലുള്ള പ്രശ്നമൊക്കെ തീരാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വരണ്ടേ, അതിനു വേണ്ടിയാ. പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടതെന്ന് ചോദിക്കുക വേണം എന്നുള്ള രീതിയിൽ നമ്മുടെ നയന ഇങ്ങനെ ഇരിക്കുക. ഭയങ്കര നാണത്തോടു കൂടി ഇരിക്കുന്ന നമ്മുടെ നയനയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, താങ്ക്